വാർത്തകൾ വിശദമായി. ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട കേസിൽ കർണാടക ഹൈക്കോടതി ഇന്ന് വിധി പറയും. രാവിലെ 10:30 കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. 11 ദിവസത്തെ തുടർച്ചയായ വാദം കേൾക്കലിന് ശേഷം ഫെബ്രുവരി 25 കേസ് വിധി പറയാൻ മാറ്റിവെക്കുകയായിരുന്നു. ക്ലാസിൽ ഹിജാബ് ധരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഉടുപ്പിയിലെ PU കോളേജ് വിദ്യാർത്ഥിനികൾ നൽകിയതുൾപ്പെടെയുള്ള ഹർജികളിലാണ് കർണാടക ഹൈക്കോടതിയുടെ വിശാല ബെഞ്ച് വിധി പറയുന്നത്. 11 ദിവസം നീണ്ട വിചാരണയ്ക്ക് ശേഷം ഹർജികൾ വിധി പറയുന്നതിനായി മാറ്റുകയായിരുന്നു. ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ അക്രമ സംഭവങ്ങളും പ്രതിഷേധങ്ങളും അരങ്ങേറിയ പശ്ചാത്തലത്തിൽ കോടതി വിധി നിർണായകമാകും. ഉടുപ്പിയിലെ സർക്കാർ പ്രീ യൂണിവേഴ്സിറ്റി മാനേജ്മെന്റ് ഹിജാബ് ധരിച്ചതിന് 6 മുസ്ലിം വിദ്യാർത്ഥിനികളെ ക്ലാസിൽ വിലക്കിയതിനെ തുടർന്നാണ് ഹിജാബ് വിവാദത്തിന് തുടക്കമിട്ടത്. വിധി വരുന്നതുവരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് ധരിക്കാൻ വാശി പിടിക്കരുതെന്നും മതപരമായ വേഷങ്ങൾ ഒഴിവാക്കണമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. വിധി പുറപ്പെടുവിക്കുന്ന പശ്ചാത്തലത്തിൽ ബാംഗ്ലൂരുവിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാർച്ച് 21 വരെയാണ് നിരോധനാജ്ഞ. ന്യൂസ് 18 ഡൽഹി. വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതക കേസിലെ പുതിയ വെളിപ്പെടുത്തലുകൾ പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉന്നയിച്ചേക്കും. കൊലപാതകങ്ങൾ CPM നേതൃത്വത്തിന്റെ അറിവോടെയായിരുന്നെന്ന് CPM മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വെളിപ്പെടുത്തിയിരുന്നു. ഈ വെളിപ്പെടുത്തലിൽ അന്വേഷണം വേണമെന്ന ആവശ്യം അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ സഭയിൽ കൊണ്ടുവരാനാണ് പ്രതിപക്ഷാലോചന. ബജറ്റ് ചർച്ച ഇന്നും തുടരും. തിരുവല്ലം കസ്റ്റഡി മരണത്തിൽ CBI അന്വേഷണം ശുപാർശ ചെയ്ത് സംസ്ഥാന സർക്കാർ. മരിച്ച സുരേഷിന്റെ കുടുംബം മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നടപടി. പോലീസിന്റെ ക്രൂരമർദ്ദനമാണ് സുരേഷിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്ന ആരോപണമാണ് കുടുംബം ഉന്നയിച്ചിരുന്നത്. സുരേഷിന്റെ മരണത്തിൽ 12 മുറിവുകൾ ഉണ്ടായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിലവിളി കേട്ടിരുന്നുവെന്ന് സുരേഷിനൊപ്പം കസ്റ്റഡിയിലെടുത്ത കൂട്ടുപ്രതി വിനീതിന്റെ ഭാര്യ വിചിത്രയും വെളിപ്പെടുത്തുകയുണ്ടായി. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിരുന്നു. എന്നാൽ കേസിൽ CBI അന്വേഷണം തന്നെ വേണമെന്നാവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഇതിനു പിന്നാലെയാണ് CBI അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തത്. തിരുവല്ലം കസ്റ്റഡി മരണം പ്രതിപക്ഷവും സർക്കാരിനെതിരെ ആയുധമാക്കിയിരുന്നു. വരും ദിവസങ്ങളിൽ നിയമസഭയിലും പ്രതിപക്ഷം വിഷയം ശക്തമായി ഉന്നയിക്കാനിരിക്കെയാണ് CBI അന്വേഷണത്തിലൂടെ സർക്കാർ ഇതിനെ പ്രതിരോധിച്ചത്. CBI അന്വേഷണം ആവശ്യപ്പെട്ട VSDPയും ഇന്നു മുതൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. LDF ഭരിക്കുന്ന തൃശൂർ കോർപ്പറേഷനിൽ അവിശ്വാസ പ്രമേയം ഇന്ന് ചർച്ച ചെയ്യും. ഒരു സീറ്റിന്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് LDF ഭരണം മുന്നോട്ടു പോകുന്നത്. മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും എതിരെയാണ് UDF അവിശ്വാസ പ്രമേയം. അതേസമയം 6 അംഗങ്ങളുള്ള BJP വോട്ടെടുപ്പിൽ വിട്ടുനിൽക്കും. സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച MK വർഗീസിന് മേയർ സ്ഥാനം നൽകിയാണ് LDF തൃശൂർ കോർപ്പറേഷനിൽ ഭരണം പിടിച്ചത്. 25 അംഗങ്ങളാണ് LDFിനുള്ളത്. UDFന് 24. ഭരണപരാജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് അവിശ്വാസ പ്രമേയം എന്നാണ് UDF നിലപാട്. അതേസമയം വികസന പ്രവർത്തനത്തിന് തുരങ്കം വയ്ക്കുക മാത്രമാണ് നീക്കത്തിന് പിന്നിൽ എന്ന് LDFും ആരോപിക്കുന്നു. 2.5 വർഷം മേയർ സ്ഥാനം നൽകാമെന്ന ധാരണയിലാണ് MK വർഗീസിനെ LDF ഒപ്പം നിർത്തിയത്. എന്നാൽ അവിശ്വാസ പ്രമേയ പശ്ചാത്തലത്തിൽ 5 വർഷവും മേയർ സ്ഥാനം MK വർഗീസ് ആവശ്യപ്പെട്ടേക്കാം. ഇതുവഴി LDF ക്യാമ്പിൽ അതൃപ്തി ഉണ്ടാക്കാമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. CPMനോട് ആലോചിക്കാതെ BJP MP സുരേഷ് ഗോപിയിൽ നിന്ന് ശക്തൻ മാർക്കറ്റിന് വേണ്ടി ധനസഹായം കൈപ്പറ്റിയതും നിസ്സാര കാര്യങ്ങൾ പോലും വിവാദമാക്കിയതുമൊക്കെ മേയർക്കെതിരെ ഇടതുമുന്നണിയിൽ മുറുമുറുപ്പ് ഉണ്ടാക്കിയിരുന്നു. അതിനിടയിലാണ് അവിശ്വാസ നീക്കം. അതേസമയം അട്ടിമറികൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പ്രമേയം തള്ളിപ്പോകും. ന്യൂസ് 18 തൃശൂർ. രാജ്യസഭാ സീറ്റ് വിഭജനത്തിനായി ഇടതുമുന്നണി യോഗം ഇന്ന് ചേരും. ജയമുറപ്പുള്ള 2-ൽ 1 സീറ്റിൽ CPM മത്സരിക്കും. 2ാമത്തെ സീറ്റും ഏറ്റെടുക്കാൻ CPM ശ്രമിക്കുന്നുണ്ട്. ഈ സീറ്റിൽ LJDയും CPIയും അവകാശവാദം ഉന്നയിക്കുന്നു. സർക്കാരിന്റെ മദ്യനയത്തിനും മുന്നണി യോഗം അംഗീകാരം നൽകും. CPMന്റെ K സോമപ്രസാദിനും LJDയുടെ MV ശ്രേയാംസ് കുമാറിനുമാണ് ഇടതുമുന്നണി പകരക്കാരെ തേടുന്നത്. ഒരു സീറ്റിൽ CPM മത്സരിക്കുമെന്നുറപ്പാണ്. രാജ്യസഭയിൽ പാർട്ടിയുടെ അംഗബലം കുറയുന്നതിനാൽ 2 സീറ്റിലും മത്സരിക്കണമെന്ന നിലപാടിലാണ് CPM. 2 സീറ്റും ഏറ്റെടുത്ത് ഒന്നിൽ മുതിർന്ന നേതാവിനെയും മറ്റൊന്നിൽ യുവനേതാവിനെയും രാജ്യസഭയിലേക്ക് അയക്കാനാണ് ആലോചന. പ്രവർത്തന കേന്ദ്രം ഡൽഹിയായതിനാൽ DYFI ദേശീയ അധ്യക്ഷൻ AA റഹീമിനാണ് പ്രഥമ പരിഗണനയെന്നാണ് സൂചന. SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു, സംസ്ഥാന സമിതി അംഗം ചിന്താ ജെറോം എന്നിവർക്കും സാധ്യതയുണ്ട്. മുതിർന്ന നേതാക്കളെ പരിഗണിച്ചാൽ A വിജയരാഘവൻ, TM തോമസ് ഐസക്, KK ശൈലജ, CS സുജാത എന്നിവരിലൊരാൾക്ക് വഴി തുറക്കും. ചലച്ചിത്രതാരം മമ്മൂട്ടിയുടെ പേരും ചർച്ചകളിലുണ്ടായിരുന്നു.
സിറ്റിംഗ് സീറ്റിൽ ശക്തമായ അവകാശവാദമുണ്ടെങ്കിലും ഒരു MLA മാത്രമുള്ള LJDക്ക് സീറ്റ് ലഭിക്കാൻ സാധ്യത കുറവാണ്. ഒരു സീറ്റ് മതിയെന്ന തീരുമാനത്തിൽ CPM എത്തിയാൽ രണ്ടാമത്തെ സീറ്റ് CPIക്ക് ലഭിക്കും. IT മേഖലയിൽ ബാറുകൾക്ക് പുറമെ പബ്ബുകൾക്കും അനുമതി നൽകുന്ന മദ്യനയത്തിനും മുന്നണി യോഗം അംഗീകാരം നൽകും. അടുത്ത മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതിക്ക് ശേഷമാകും മദ്യനയം പ്രഖ്യാപിക്കുക. ബസ് ചാർജ് വർധനയും മുന്നണി ചർച്ച ചെയ്യും. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗവും ഇന്ന് ചേരുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. 4 സംസ്ഥാനങ്ങളിലെ സർക്കാർ രൂപീകരണ നടപടികൾ ഊർജിതമാക്കി BJP. കേന്ദ്ര നിരീക്ഷകരുടെയും സഹനിരീക്ഷകരുടെയും സാന്നിധ്യത്തിൽ നിയമസഭാ കക്ഷി നേതാക്കളെ തിരഞ്ഞെടുക്കും. അതേസമയം പഞ്ചാബിൽ നാളെ ഭഗവന്ത് മാനിന്റെ നേതൃത്വത്തിലുള്ള AAP സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യും. ഗോവയിലെ നിയുക്ത MLAമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, മണിപ്പൂർ, ഗോവ സംസ്ഥാനങ്ങളിലെ സർക്കാർ രൂപീകരണത്തിനായാണ് BJP പാർലമെന്ററി ബോർഡ് കേന്ദ്ര നിരീക്ഷകരെയും സഹനിരീക്ഷകരെയും നിയമിച്ചത്. നിയമസഭകളിലെ കക്ഷി നേതാക്കളെ നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ തെരഞ്ഞെടുക്കും. അമിത്ഷാ, രഘുവർദാസ് എന്നിവർക്കാണ് ഉത്തർപ്രദേശിന്റെ ചുമതല. രണ്ടാം യോഗി സർക്കാരിൽ 3 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകുമെന്നാണ് സൂചന. ഒരാളെ ദളിത് വിഭാഗത്തിൽ നിന്ന് ഉൾപ്പെടുത്തുമെന്നാണ് വിവരം. ഉത്തരാഖണ്ഡിൽ രാജ്നാഥ് സിംഗ്, മീനാക്ഷി ലേഖി എന്നിവർക്കാണ് ചുമതല. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പരാജയപ്പെട്ട സാഹചര്യത്തിൽ BJP അധ്യക്ഷൻ മദൻ കൗശിക്, മുൻ മന്ത്രി സത്പാൽ മഹാരാജ് എന്നിവരുടെ പേരുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. മണിപ്പൂരിൽ നിർമ്മല സീതാരാമൻ, കിരൺ റിജിജു എന്നിവർക്കും ഗോവയിൽ നരേന്ദ്രസിംഗ് തോമർ, L മുരുകൻ എന്നിവർക്കുമാണ് ചുമതല. ഗോവയിലെ നിയുക്ത MLAമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. പഞ്ചാബിൽ നാളെ ഭഗവന്ത് മാനിന്റെ നേതൃത്വത്തിൽ ഭഗത് സിംഗിന്റെ ജന്മസ്ഥലമായ ഗഡ്കർ കലാനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ന്യൂസ് 18 ഡൽഹി. ബസ് ചാർജ് വർധന നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകൾ ഇന്ന് ഗതാഗത മന്ത്രിയെ കാണും. ചാർജ് വർധന സംബന്ധിച്ച ഉറപ്പ് ലഭിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്താനാണ് ബസ് ഉടമകളുടെ തീരുമാനം. മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സമരപ്രഖ്യാപനം നടത്തുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി. മിനിമം ചാർജ് 12 രൂപയാക്കുക, വിദ്യാർത്ഥികളുടെ കൺസെഷൻ ചാർജ് മിനിമം 6 രൂപയാക്കുക തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ. ഡീസൽ വില വൻതോതിൽ ഉയർന്ന സാഹചര്യത്തിൽ നിരക്ക് വർധനയില്ലാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന് ബസ് ഉടമകൾ പറയുന്നു. പോക്സോ കേസിൽ കൊച്ചി നമ്പർ 18 ഹോട്ടൽ ഉടമ റോയ് വയലാട്ടിനെ അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. രക്തസമ്മർദ്ദം ഉയർന്നതിനെ തുടർന്ന് ആശുപത്രിയിലായിരുന്ന റോയിയെ ഇന്നലെ രാത്രി ജയിലിലേക്ക് മാറ്റി. റോയി അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. ആശുപത്രിയിൽ നേരിട്ടെത്തി ആരോഗ്യസ്ഥിതി വിലയിരുത്തിയാണ് എറണാകുളം പോക്സോ കോടതി റോയ് വയലാറ്റിനെ റിമാൻഡ് ചെയ്തത്. ഇന്നലെ രാത്രിയോടെ രക്തസമ്മർദ്ദം സാധാരണ നിലയിലായതോടെ ഡിസ്ചാർജ് ചെയ്തു. തുടർന്ന് കാക്കനാട് ജില്ലാ ജയിലിലേക്ക് മാറ്റി. റോയി അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നാണ് പോലീസ് നിലപാട്. ഇക്കാര്യം ഇന്നലെ കോടതിയെയും അറിയിച്ചു. സുപ്രീം കോടതി ജാമ്യം നിഷേധിക്കുന്നതുവരെ എവിടെയാണ് ഒളിവിൽ കഴിഞ്ഞതെന്നും പോക്സോ കേസിലെ പരാതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളോടും റോയി കാര്യമായ പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല. ലൈംഗികാതിക്രമ പരാതി നൽകിയ പെൺകുട്ടിയെയും അമ്മയെയും കോഴിക്കോട് നിന്ന് കൊച്ചിയിലെത്തിച്ച വാഹനം കണ്ടെത്തേണ്ടതുണ്ട്. മൂന്നാം പ്രതി അഞ്ജലി റീമാദേവിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ റോയിയോ രണ്ടാം പ്രതി സൈജു തങ്കച്ചനോ തയ്യാറായിട്ടില്ല. ഇക്കാര്യങ്ങളെല്ലാം ഇനിയുള്ള ചോദ്യം ചെയ്യലിൽ നിർണായകമാകും. റോയിയും സൈജുവും ലൈംഗിക താൽപ്പര്യത്തോടെയാണ് പെൺകുട്ടിയോടും അമ്മയോടും പെരുമാറിയതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. സിറോ മലബാർ സഭയിലെ കുർബാന ഏകീകരണത്തിൽ വത്തിക്കാൻ ഉത്തരവിനെതിരെ വീണ്ടും പ്രതിഷേധം. ഏകപക്ഷീയമായി ഉത്തരവ് നടപ്പാക്കാൻ ശ്രമിച്ചാൽ ശക്തമായ സമരം തുടങ്ങുമെന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിഭാഗം വിശ്വാസികളുടെ കൂട്ടായ്മ പ്രഖ്യാപിച്ചു. കുർബാന ഏകീകരണം സിനഡ് തീരുമാനമാണെന്നും ഇത് നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് വത്തിക്കാനിൽ നിന്നുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. തുടർ നടപടികൾ സ്വീകരിക്കാൻ കർദിനാൾ ജോർജ് ആലഞ്ചേരി ബിഷപ്പുമാരോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതിനെതിരെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസി കൂട്ടായ്മയായ അൽമായ മുന്നേറ്റം രംഗത്ത് വന്നിരിക്കുന്നത്. വത്തിക്കാനിൽ നിന്നുള്ള ഉത്തരവിൽ ജനാഭിമുഖ കുർബാനയെ തള്ളിപ്പറഞ്ഞിട്ടില്ലെന്നും സഭയിലെ ഭൂമി കുംഭകോണം സംബന്ധിച്ച് വത്തിക്കാൻ നിർദ്ദേശിച്ച കാര്യങ്ങൾ ആദ്യം നടപ്പാക്കട്ടെയെന്നും അൽമായ മുന്നേറ്റം ഭാരവാഹികൾ പറഞ്ഞു. നേരിട്ടുള്ള നിർദ്ദേശം എന്ന് പറഞ്ഞ് വത്തിക്കാനിൽ നിന്ന് വന്ന കത്തിനകത്ത് ഈ സിനഡിൻ്റെ ഈ കുർബാന ഏകീകരണം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഈ കത്തിനകത്ത് വൈദികർ പുറംതിരിഞ്ഞ് നിന്ന് കുർബാന ചൊല്ലണമെന്ന ഭാഗം മാത്രം ബോധപൂർവം വത്തിക്കാൻ ഉദ്ധരിച്ചിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല അതിനകത്ത്. ആ കത്ത് സൂക്ഷ്മമായി വാദിച്ചാൽ രണ്ട് നിർദ്ദേശങ്ങളെ അതിനകത്തുള്ളൂ. ഒന്ന്, സിനഡ് അംഗീകരിച്ച ടെക്സ്റ്റ് ഉപയോഗിക്കണം.
മറ്റൊന്ന് ബേമ ഉപയോഗിക്കണം. ഈ രണ്ട് കാര്യങ്ങളല്ലാതെ വൈദികൻ പുറംതിരിഞ്ഞ് കുർബാന ചൊല്ലണം എന്നുള്ളത് ആഗോള കത്തോലിക്ക സഭയുടെ നയമേ അല്ല. അതുകൊണ്ട് തന്നെ അതിനകത്ത് പറഞ്ഞിട്ടില്ല. എറണാകുളം അങ്കമാലി അതിരൂപത ബിഷപ്പ് ആന്റണി കരിയലിനോട് ഉത്തരവ് നടപ്പാക്കണമെന്ന് വത്തിക്കാൻ നേരിട്ട് നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും ഇവർ പറയുന്നു. കുർബാന ഏകീകരണം ശക്തമായി എതിർക്കുന്ന അതിരൂപതയിൽ കർദിനാളും വൈദികർ ഉൾപ്പെടുന്ന വിമത വിഭാഗവും തമ്മിലുള്ള ഭിന്നത കൂടുതൽ രൂക്ഷമാകുകയാണ്. ന്യൂസ് 18 കൊച്ചി. വയനാട്ടിലെ കർഷക ജപ്തി വിഷയത്തിൽ ശക്തമായ സമരത്തിനൊരുങ്ങി കോൺഗ്രസ്. ജപ്തിക്കെതിരെ പഞ്ചായത്ത്, താലൂക്ക് തലങ്ങളിൽ കർഷക പ്രതിഷേധം ഉയർത്താനും ജില്ലാതലത്തിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാനുമാണ് നീക്കം. ജില്ലയിലെ പുൽപ്പള്ളി, മുള്ളൻകൊല്ലി മേഖലകളിൽ മാത്രം 2000-ഓളം കർഷകർക്ക് ജപ്തി നോട്ടീസ് ലഭിച്ചു കഴിഞ്ഞു. കോവിഡ് കാലത്തെ വിളത്തകർച്ചയും പൊറുതിമുട്ടിച്ച കർഷകർക്ക് കനത്ത ആഘാതമായാണ് വിവിധ ബാങ്കുകളിൽ നിന്ന് ജപ്തി നോട്ടീസുകൾ വരുന്നത്. ജപ്തി നടപടികളെ രാഷ്ട്രീയമായും നിയമപരമായും പ്രതിരോധിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. കർഷകരുടെ ഇടയിൽ പ്രതിരോധ സേന രൂപീകരിച്ച് ജപ്തി നടപടികളെ ജനകീയമായി ചെറുത്തുതോൽപ്പിക്കാനാണ് തീരുമാനം. പഞ്ചായത്ത്, താലൂക്ക് തലങ്ങളിൽ കർഷക പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാനും കോൺഗ്രസ് നേതൃത്വം ഉദ്ദേശിക്കുന്നുണ്ട്. പാവപ്പെട്ട കർഷകൻ അവൻ്റെ മകളെ കെട്ടിച്ചയക്കാൻ, അല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കാൻ, ഒരു ചെറിയ തൊഴുത്ത് പണിയാൻ, ഒരു പശുവിനെ വാങ്ങാൻ, ഈ ആവശ്യങ്ങൾക്കെല്ലാം വാങ്ങിയ വായ്പകൾ ഇന്ന് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ഗതികേടിലെത്തി നിൽക്കുകയാണ്. അങ്ങനെയുള്ള കർഷകനെ സഹായിക്കാൻ ഈ ഗവൺമെൻറ്റുകൾ തയ്യാറാവണം. വളരെ വേദനാജനകമെന്ന് പറയട്ടെ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തികച്ചും നിഷേധാത്മകമായ ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ജപ്തി നടപടികൾ ഉപേക്ഷിക്കുക, സർഫാസി നിയമം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രഖ്യാപിച്ച പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി പ്രധാനമന്ത്രിക്ക് കത്തുകൾ അയച്ചു. ജില്ലയിലെ പുൽപ്പള്ളി, മുള്ളൻകൊല്ലി മേഖലകളിൽ മാത്രം 2000-ലധികം കർഷകർക്ക് വിവിധ ബാങ്കുകളിൽ നിന്ന് ജപ്തി നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 വയനാട്. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ പഴയ കെട്ടിടങ്ങൾക്ക് പകരം പുതിയവ നിർമ്മിക്കാനാണ് തീരുമാനം. ഒഴിവുള്ള തസ്തികകളിലേക്ക് 1 മാസത്തിനുള്ളിൽ ജീവനക്കാരെ നിയമിക്കാനും ഇന്നലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. അന്തേവാസിയായ യുവതിയുടെ കൊലപാതകം, നിരന്തരമായി സ്ഥാപനത്തിലുണ്ടാകുന്ന സുരക്ഷാ വീഴ്ച എന്നിവ വിവാദമായതോടെയാണ് മുഖ്യമന്ത്രി നേരിട്ട് യോഗം വിളിച്ചത്. കെട്ടിടങ്ങളുടെ കാലപ്പഴക്കവും ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതും യോഗത്തിൽ ചർച്ചയായി. യോഗത്തിന് ദിവസങ്ങൾക്ക് മുൻപ് ആരോഗ്യമന്ത്രി നേരിട്ടെത്തി സ്ഥാപനത്തിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. അഡീഷണൽ DHS പഠിച്ച് റിപ്പോർട്ട് നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒഴിവുള്ള തസ്തികകളിലേക്ക് 1 മാസത്തിനകം ജീവനക്കാരെ നിയമിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത്. 20 വാച്ച്മാൻമാരെ കൂടി നിയമിക്കും. അക്രമ സ്വഭാവമുള്ള അന്തേവാസികളെ പരിചരിക്കുന്നതിന് പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. ആശുപത്രി കോമ്പൗണ്ടിനുള്ളിൽ ചുറ്റിസഞ്ചരിച്ച് നിരീക്ഷണം നടത്താൻ ഒരേ സമയം 2 ഫെയിങ് സെന്ററുകളെ വീതം നിയമിക്കും. CCTV നിരീക്ഷിക്കാൻ പ്രത്യേകം ജീവനക്കാരുണ്ടാകും. ആശുപത്രിയുടെ ചുറ്റുമതിലിന്റെ ഉയരം കൂട്ടും. ആശുപത്രി പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 400 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനും 100 കോടി രൂപയുടെ DPRും അംഗീകരിക്കുന്നത് അന്തിമഘട്ടത്തിലാണ്. DPR അംഗീകാരത്തിനാവശ്യമായ സാങ്കേതിക കാര്യങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ കിറ്റ്കോയ്ക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് 18 കോഴിക്കോട്. വാളയാർ വടശ്ശേരി മലയിൽ പടർന്ന കാട്ടുതീ 3 ദിവസമായിട്ടും പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. തീ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പടരാതിരിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് വനംവകുപ്പ് ജീവനക്കാർ. തീ പടരുന്നത് തടയാൻ ഫയർ ലൈൻ ഒരുക്കിയിട്ടുണ്ട്. തീപിടുത്തത്തിൽ ഏക്കർ കണക്കിന് വനം കത്തി നശിച്ചു. വന്യമൃഗങ്ങൾക്കും ജീവഹാനി സംഭവിച്ചെന്ന് കരുതുന്നു. കാട്ടുതീ പടരുന്നതിനാൽ വന്യമൃഗങ്ങൾ വനത്തിൽ നിന്ന് നാട്ടിലേക്കിറങ്ങാൻ സാധ്യതയേറെയാണ്. ഇന്നത്തോടെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വനംവകുപ്പ് ജീവനക്കാർ. നിലമ്പൂർ നോർത്ത്, സൗത്ത് വനം ഡിവിഷനുകളിൽ കടുവ സെൻസസ് തുടങ്ങി. രാജ്യത്ത് തന്നെ മികച്ച ടൈഗർ റിസർവായി തിരഞ്ഞെടുക്കപ്പെട്ട പെരിയാർ ടൈഗർ റിസർവിന്റെ മേൽനോട്ടത്തിലാണ് നിലമ്പൂർ വനമേഖലയിൽ സെൻസസ് നടത്തുന്നത്. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ 4 വർഷം കൂടുമ്പോഴാണ് രാജ്യത്ത് കടുവ സെൻസസ് നടത്തുന്നത്. 2017-18 സെൻസസിൽ നിലമ്പൂർ നോർത്ത്, സൗത്ത് ഡിവിഷനുകളിലായി 10 കടുവകളുടെയും 2 കടുവാക്കുട്ടികളുടെയും സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. ശാസ്ത്രീയമായി 8 ദിവസങ്ങളായി നടക്കുന്ന സെൻസസിന്റെ പരിശീലനം നിലമ്പൂർ നോർത്ത് ഡിവിഷൻ കോൺഫറൻസ് ഹാളിൽ നോർത്ത് ACF MP രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ നടത്തുന്ന ഈ ടൈഗർ സെൻസസ് എന്ന് പറയുന്നത് വളരെ നിർണായകമായ കാര്യമാണ്. ഈ ഭൂമുഖത്തുള്ള ഈ ഒരു വിഭാഗം ജീവികളുടെ മൊത്തം കണക്കും എടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ ടൈഗർ സെൻസസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഈ പ്രവൃത്തി മോണിറ്റർ ചെയ്യുകയും
അതിനുവേണ്ട സാങ്കേതിക സഹായങ്ങൾ ചെയ്തു തരുന്നതും നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയാണ്. നോർത്ത് ഡിവിഷനിൽ 39ഉം സൗത്തിൽ 21 ഉൾപ്പെടെ 60 ബ്ലോക്കുകളായി തിരിച്ചാണ് സർവേ നടത്തുന്നത്. ഒരു ബ്ലോക്കിൽ ഒരു ട്രെയിനിയും ഒരു സ്റ്റാഫും 2 വാച്ചർമാർ ഉൾപ്പെടെ 4 പേരുണ്ടായിരിക്കും. പരിശീലന പരിപാടിക്ക് ശേഷം ഗ്രൂപ്പുകളായി തിരിഞ്ഞ് സെൻസസ് തുടങ്ങും. ലോകത്ത് ആകെയുള്ള ബംഗാൾ കടുവകളിൽ 80% ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണ്. എല്ലാ സെൻസസുകളും കടുവകളുടെ സാന്നിധ്യം കണ്ടെത്താറുമുണ്ട്. ന്യൂസ് 18 മലപ്പുറം. വാക്സിനേഷൻ തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി വിളിച്ച സംസ്ഥാന ആരോഗ്യ സെക്രട്ടറിമാരുടെ യോഗം ഇന്ന് രാവിലെ 11 മണിക്ക് ഓൺലൈനായാണ് യോഗം. 12നും 14നും ഇടയിൽ പ്രായമുള്ളവർക്കുള്ള കോവിഡ് വാക്സിനും 60 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള കരുതൽ ഡോസും ബുധനാഴ്ച മുതൽ നൽകി തുടങ്ങുന്ന സാഹചര്യത്തിലാണ് യോഗം ചേരുന്നത്. 12 വയസ്സിന് മുകളിലുള്ളവർക്ക് നൽകുന്നതിന് സൈക്കോവ് ഡി, കോവാക്സിൻ, കോർബെവാക്സ് എന്നീ വാക്സിനുകൾക്ക് അനുമതി ലഭിച്ചിട്ടുണ്ട്. 15 വയസ്സിന് മുകളിലുള്ള അർഹരായ മുഴുവൻ പേരും ആദ്യ ഡോസും പകുതി പേർ 2ാം ഡോസും സ്വീകരിച്ച സാഹചര്യത്തിലാണ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള മറ്റ് അസുഖങ്ങളുള്ളവർക്ക് ജനുവരി 6 മുതൽ ബൂസ്റ്റർ ഡോസ് നൽകി തുടങ്ങിയിരുന്നു. ലഖിംപൂർ ഖേരി കർഷക കൂട്ടക്കൊലക്കേസിലെ പ്രതി ആശിഷ് മിശ്രയ്ക്ക് ജാമ്യം അനുവദിച്ചതിനെതിരായ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. മരിച്ച കർഷകരുടെ കുടുംബാംഗങ്ങളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ജാമ്യം അനുവദിച്ച അലഹബാദ് ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകിയില്ലെന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സഹായം ലഭിച്ചില്ലെന്നും ഹർജിക്കാർ ആരോപിക്കുന്നു. ജാമ്യം നൽകിയതിനെതിരെ കർഷക സംഘടനകളും ഹർജി നൽകിയിട്ടുണ്ട്. കേസിൽ വിശദമായ വാദം കേൾക്കാതെയും സാഹചര്യങ്ങൾ പരിഗണിക്കാതെയുമാണ് ജാമ്യം അനുവദിച്ചതെന്നതാണ് വാദം. യമൻ പൗരനെ കൊന്ന കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി യുവതി നിമിഷ പ്രിയയുടെ കേസിൽ ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. നിമിഷ പ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ നയതന്ത്ര ഇടപെടൽ വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം. സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലാണ് ഹർജി നൽകിയത്. യമനിലെ സനായിലുള്ള അപ്പീൽ കോടതി നിമിഷയുടെ വധശിക്ഷ ശരിവെച്ച സാഹചര്യത്തിലാണ് ഇത്. യമനിലെ സുപ്രീം ജുഡീഷ്യൽ കൗൺസിലിനെ നിമിഷയ്ക്ക് സമീപിക്കാമെങ്കിലും അപ്പീൽ കോടതിയുടെ വിധി സുപ്രീം കോടതി പുനഃപരിശോധിക്കില്ല. മകൻ ഇതര മതത്തിൽപ്പെട്ട യുവതിയെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ കണ്ണൂരിൽ പൂരക്കളി കലാകാരനെ ക്ഷേത്ര കമ്മിറ്റി വിലക്കിയതായി പരാതി. കരിവെള്ളൂരിലെ വിനോദിനെയാണ് മാറ്റി നിർത്തിയത്. കരിവെള്ളൂർ കുണിയൻപറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പൂരക്കളി പണിക്കരാണ് വിനോദ്. ഇതര മതത്തിൽപ്പെട്ട യുവതിയെ വീട്ടിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ പൂരക്കളിക്ക് അവസരം ഉണ്ടാവൂ എന്ന് കമ്മിറ്റി അറിയിച്ചെന്നാണ് പരാതി. കഴിഞ്ഞ വർഷം അങ്ങനെ കളി കയ്യിൽ നിന്ന് ഒഴിവായി. അപ്പോൾ അതിനുശേഷം ഈ വർഷം കളിക്കേണ്ടത് കുണിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിലാണ്. അപ്പോൾ കരിവള്ളൂർ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ ഞാൻ ആ സമയത്ത് തന്നെ കുണിയനിലുള്ളതായ എന്നെ ഏൽപ്പിച്ച സമുദായക്കാരോട് വിളിച്ചിട്ട് സംഭവം പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന പോലെ ഒരു സംഭവം ഉണ്ട്, അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എന്നെ കളിപ്പിച്ചിട്ടില്ല. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അങ്ങനെ കളിപ്പിക്കാൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ അവസരത്തിൽ തന്നെ പറയാം. അപ്പോൾ എന്നെ ഒഴിവാക്കാന്നുള്ളത് ഈ ഒരു വർഷം മുന്നേ തന്നെ എന്നെ ഏൽപ്പിച്ച സമുദായക്കാരോട് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മൾക്ക് അങ്ങനെ ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു വിഷയമില്ലെങ്കിൽ കളിക്കുന്നതിന് തെറ്റില്ലല്ലോ, കളിക്കുന്നതിന് പ്രശ്നമില്ലല്ലോ ചോദിച്ചു. അവരില്ല, അത് പ്രശ്നമില്ല, എന്തായാലും നിങ്ങൾ ഇതിനൊരു മറുപടി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഒരു മറുപടിയൊന്നും തന്നില്ല. മാസങ്ങൾക്ക് ശേഷം തിരുവനന്തപുരം ശംഖുമുഖം റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. ബീച്ചിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കടലാക്രമണത്തിൽ റോഡ് തകരാതിരിക്കാൻ ഡയഫ്രം സംരക്ഷണ ഭിത്തി ഒരുക്കിയാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. കഴിഞ്ഞ വർഷം നിരന്തരമുണ്ടായ കടലാക്രമണത്തിൽ 50 മീറ്റർ നീളത്തിലും 18 മീറ്റർ വീതിയിലും ശംഖുമുഖം റോഡ് തകർന്നിരുന്നു. ആഭ്യന്തര വിമാനത്താവളത്തിലേക്കുള്ള പ്രധാന റോഡ് അടച്ചതോടെ മാസങ്ങളോളമാണ് യാത്രക്കാർ വലഞ്ഞത്. ഇതിന് പിന്നാലെയാണ് റോഡിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കിയത്. കടലാക്രമണത്തിൽ റോഡ് വീണ്ടും തകരാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയാണ് പുനർനിർമ്മാണം. ഓരോ ദിവസവും റിവ്യൂ നടത്തി, ഞങ്ങൾ തന്നെ പങ്കെടുത്ത് മറ്റു യോഗങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നടത്തി. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് ഒരു തവണ യോഗം നടത്തി. തുടർ നടപടികൾ ഫലപ്രദമായി കാര്യങ്ങൾ നടക്കുന്നെന്നുള്ള പരിശോധന നടത്തി. അറിയിച്ചും അറിയാതെയും ഇവിടെ വരികയും പരിശോധിക്കുകയും ചെയ്ത സ്ഥിതിയുണ്ടായി. ഇതിൻ്റെ ഭാഗമായി ഡയഫ്രം വാൾ നിർമ്മാണം നമ്മൾ നിശ്ചയിച്ച പ്രകാരം ഈ കഴിഞ്ഞ ഫെബ്രുവരി 28 തന്നെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പൂർത്തീകരിച്ചിട്ടുണ്ട്. അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. 360 മീറ്റർ നീളത്തിൽ ഡയഫ്രം വാൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിനുശേഷം ക്യാപ് ഫില്ലിംഗ് നടത്തി അതിനു മുകളിലാണ് ടാർ ഇട്ടത്. ബീച്ചിൻ്റെ ഭാഗത്ത് കരിങ്കല്ലിടുന്നത് പുരോഗമിക്കുകയാണ്. ഊരാളുങ്കൽ
ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. ന്യൂസ് 18 തിരുവനന്തപുരം. സൂപ്പർ ഹിറ്റായി മാറിയ വിനീത് ശ്രീനിവാസന്റെ ഹൃദയം സിനിമയെ കൂട്ടിയിണക്കി MBA അധ്യാപകൻ തയ്യാറാക്കിയ ചോദ്യപേപ്പർ കൗതുകമായി. പാലക്കാട് ലീഡ് കോളേജ് അധ്യാപകൻ രഞ്ജിത്ത് കാരാട്ടാണ് 1ാം വർഷ MBA വിദ്യാർത്ഥികൾക്കുള്ള ഇന്റേണൽ പരീക്ഷയ്ക്കായി വേറിട്ട ചോദ്യപേപ്പർ തയ്യാറാക്കിയത്. When Arun Neelakandan met Darshana for the first time, he made an assumption about Darshana by looking into her eyes. He told his friend Anthony Thadikaran that she is not committed. In research terms, what is this assumption called? Explain the same. പാലക്കാട് ലീഡ് കോളേജിലെ 1ാം വർഷ MBA വിദ്യാർത്ഥികൾക്കായി ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന വിഷയത്തിൽ നടന്ന ഇന്റേണൽ പരീക്ഷയുടെ ആദ്യത്തെ ചോദ്യമാണിത്. ഹൃദയം സിനിമയിലെ കഥാപാത്രങ്ങളെ കൂട്ടിയിണക്കിയാണ് ഇതിലെ മുഴുവൻ ചോദ്യങ്ങളും തയ്യാറാക്കിയിട്ടുള്ളത്. സിനിമയിലെ അരുൺ നീലകണ്ഠനും ദർശനയും ആന്റണി താടിക്കാരനും നിത്യ ബാലഗോപാലുമെല്ലാം ചോദ്യപേപ്പറിൽ നിറഞ്ഞുണ്ട്. പഠനം ലളിതമാക്കാനാണ് ഇത്തരമൊരു മാർഗം സ്വീകരിച്ചതെന്ന് അധ്യാപകനായ രഞ്ജിത്ത് കാരാട്ട്. ബേസിക്കലി ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞൊരു ഡ്രൈ സബ്ജക്റ്റാണ്. സ്വാഭാവികമായിട്ടും MBA സിലബസിനകത്ത് QT അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സയൻസ് ഒക്കെ ബേസിക്കലി ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പ്ലസ് മാത്തമാറ്റിക്സ് ഓറിയൻറ്റഡ് പേപ്പറാണ്. സ്വാഭാവികമായിട്ടും കൂടുതൽ ഫെയിലിയർ റേറ്റ് എല്ലാം ഉള്ള ഒരു പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇതിനെ ഏത് രീതിയിൽ നമുക്ക് ലളിതമാക്കാമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റിലോട്ട് വന്നത്. ഇപ്പോൾ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലൊക്കെ സാധാരണ ഇതിൽ വീഡിയോ കേസ് സ്റ്റഡീസ് അവൈലബിൾ ആണ്. ഒരു വീഡിയോ കാണിച്ചു കൊടുത്തതിന് ശേഷം അതിനെ ബേസ് ചെയ്തുകൊണ്ട് കേസ് സ്റ്റഡി രൂപത്തിൽ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതേപോലെയുള്ള എന്തെങ്കിലും ഒരു ഇന്നോവേറ്റീവായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റിലോട്ട് വന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന വിഷയം അല്പം കടുപ്പമേറിയതാണ്. അതുകൊണ്ട് തന്നെ കടുപ്പമേറിയ ചോദ്യം പ്രതീക്ഷിച്ചു പോയ കുട്ടികൾക്ക് ചോദ്യപേപ്പർ കിട്ടിയപ്പോൾ ടെൻഷനൊക്കെ ചിരിയിലേക്ക് മാറി. രഞ്ജിത്തേട്ടൻ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ആർക്കും ചോദിച്ചപ്പോൾ ട്വിസ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ ഇത്രയും നന്നായിട്ടുണ്ടായിരിക്കും ആരും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. പിന്നെ ആ ഒരു ഫുൾ സ്റ്റോറി അത്രയും നന്നായിട്ട് ക്രിയേറ്റീവായിട്ടാണ് എല്ലാ ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ടായിരുന്നത്. ആ സ്റ്റോറിയും അതുപോലെ നമുക്ക് ആ ലിങ്ക് ചെയ്യാനായിട്ട് നല്ലൊരു ക്രിയേറ്റീവ് രീതിയിൽ തന്നെ ലിങ്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും. നല്ല ഒരു സന്തോഷം എന്ന് തോന്നി. ആദ്യം രഞ്ജിത്തേട്ടൻ ക്ലാസ്സിൽ വന്നപ്പോൾ ഞങ്ങളൊക്കെ ഭയങ്കര നോക്കി ചിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അപ്പോഴേ വിചാരിച്ചു എന്തോ വരുന്നുണ്ട് വലുതെന്ന്. പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമുക്ക് ആദ്യം ഒരു ഇൻസ്ട്രക്ഷൻ തരുന്നത് ഒരു ഭയങ്കര ക്രിയേറ്റിവിറ്റിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഉത്തരറിയില്ലെങ്കിൽ ദൈവത്തിന് വിളിച്ചോ പൊക്കോ അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഫുൾ പേപ്പർ ഇങ്ങനെ ഒരു സിനിമയായിട്ട് ലിങ്ക് ചെയ്ത് വന്നത്. എന്തായാലും പരീക്ഷ കഴിഞ്ഞപ്പോൾ ഹൃദയം സിനിമ ഒരിക്കൽ കൂടി കണ്ടതുപോലെയെന്ന് വിദ്യാർത്ഥികൾ. ന്യൂസ് 18 പാലക്കാട്.